കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം നിർദ്ദേശിക്കുമെന്ന് തമിഴ്നാട് നിയോഗിച്ച സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് 24-നോട്. തമിഴ്നാടിനെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യം കൂടി പരിശോധിക്കുമെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. ആരോഗ്യപരമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന രീതിയിൽ അത് സാമ്പത്തിക ബന്ധങ്ങളാവാം, ഭരണബന്ധങ്ങളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിയമനിർമ്മാണ വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനങ്ങളാവാം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആഴത്തിൽ പരിശോധിച്ച് മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും പുനർവ്യാഖ്യാനം ആവശ്യമുണ്ടോ എന്നുള്ളൊരു പരിശോധനയോട് കൂടി ഈ കമ്മിറ്റിയിലുണ്ടാകും. ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല, ഈ തമിഴ്നാട് സംസ്ഥാനം അതിന് മുൻകൈ എടുത്തത് മാത്രമേ ഉള്ളൂ, എല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഈ സമിതിയെ നിയോഗിക്കാനുള്ള തമിഴ്നാടിൻ്റെ തീരുമാനം അത് വളരെ നിർണായകമായ നീക്കം എന്ന രീതിയിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിൽ ഈ സമിതിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കുര്യൻ ജോസഫിൻ്റെ പ്രതികരണം, വിശദാംശങ്ങൾ ബൽറാം. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സമിതിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെ വിശദീകരിക്കുന്നത്. അത് പ്രത്യേകിച്ചും സമീപകാലത്തുണ്ടായ സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ തമ്മിലുണ്ടായ നിരവധി വിവാദങ്ങൾ, ഒപ്പം തന്നെ ഗവർണർക്കെതിരായി സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ സമീപിക്കുകയും തുടർന്ന് സർക്കാരിന് അനുകൂലമായ തരത്തിൽ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് ഉൾപ്പെടെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹവും വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സമിതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നത് സംബന്ധിച്ച് താനുമായി തമിഴ്നാട് സർക്കാർ സംസാരിച്ചിരുന്നു. ആ ആശയവിനിമയത്തിൽ തന്നെ പ്രതിഫലം പറ്റാതെയാകും താൻ ഈ സമിതിയുടെ സേവനം അനുഷ്ഠിക്കുക എന്ന് താൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് വ്യക്തത തേടുകയാണ് ഈ സമിതിയുടെ ലക്ഷ്യം എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാലത്തിൽ പുതിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഭരണഘടനാനുസൃതമായി കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അത് എങ്ങനെ നിർവചിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളായിരിക്കും സമിതി നടത്തുക. കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെങ്കിൽ അവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ തന്റെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ തന്റെ സമിതിയുടെ റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ സമിതിയുടെ മറ്റ് വിശദമായ ഏതെല്ലാം വിഷയങ്ങൾ പരിശോധിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യ യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാകുക. ഉടൻ തന്നെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.